കണ്ണൂരിൽ മകളെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവിനെതിരെ ചെറുപുഴ പോലീസാണ് കേസെടുത്തത്. ചെറുപുഴ പ്രാപ്പോയിലിൽ താമസക്കാരനായ കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കുകയായിരുന്നു. ജോസിനെതിരെ കേസെടുക്കാൻ റൂറൽ പോലീസ് മേധാവി അനൂജ് പല്ലിവാൾ ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. അതേസമയം മർദ്ദന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നാണ് 8 വയസ്സുകാരുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതിനു മുൻപും ജോസ് മദ്യപിച്ചെത്തി കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ടെന്നും പോലീസ് നടപടി എടുക്കാത്തതുകൊണ്ടാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്നും കുടുംബം പറയുന്നു. എപ്പോഴും കുഞ്ഞാലെ കള്ളുപിടിച്ചിട്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്, അവരെ തൊണ്ടക്കെല്ലാം പിടിച്ച് ഞെക്കെല്ലാം ചെയ്യുന്നുണ്ട്. പോലീസുകാർക്ക് കേസ് പറഞ്ഞിട്ടുണ്ടായി, പോലീസുകാർ അത് കേൾക്കുന്നില്ല. ഞങ്ങൾ കുറെ വട്ടം പോയിട്ടുണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക്, അവര് ഞങ്ങളെ ചീത്ത പറയുന്നത്. എന്റെ അനിയത്തി ആയതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അയച്ചു വിട്ടത്, ഇല്ലെങ്കിൽ ഇതൊന്നും ഈ പേപ്പറിലേക്ക് വരത്തില്ലായിരുന്നു. ഗ്രൂപ്പിലിട്ടത് ഞങ്ങളാണ്. പിതാവ് മകളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാനോങ്ങുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. എന്നാൽ മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആയിരുന്നു എന്നാണ് ജോസ് വിശദീകരിച്ചത്. ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കാനും വൈകി. പിന്നാലെ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സംഭവത്തിൽ ഇടപെട്ടത്. കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഇത് സംബന്ധിച്ച അടിയന്തര നടപടിക്ക് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.